ചമ്മിപ്പോയി. അതെ, കുറ്റം പറയാൻ നിന്നവർക്ക് മുകളിലേക്കുള്ള സർജിക്കൽ സ്ട്രൈക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് നാലാമത്തെ ടെസ്റ്റ് മാച്ചിനെ വേണമെങ്കിൽ അങ്ങനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം മൊത്തത്തിൽ ഒരുപാട് ഇടങ്ങളിൽ ഇന്ത്യൻ ടീമിന് പാളിപ്പോയെന്ന് തോന്നിയിട്ടുള്ള ഒരു മത്സരമായിരുന്നു. 2015 ശേഷം ഇന്ത്യൻ ബൗളർമാർ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങിയിട്ടുള്ള ടെസ്റ്റ് ഇന്നിംഗ്സ് എന്നുൾപ്പെടെ ഒരുപാട് കാര്യങ്ങളുമായിട്ട് ട്രോളുകൾ വന്നു തുടങ്ങി. അത് മാത്രമല്ല, രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ബാറ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്ക് ഒരു ഫുട്ബോൾ സ്കോർ കാർഡ് പോലെ മാച്ചിന്റെ സ്കോർ കാർഡ് വന്നു. 2 വിക്കറ്റുകൾ 0 റൺസിന് നിൽക്കുന്ന അവസ്ഥ. ഇന്ത്യ തകർന്ന് തരിപ്പണമാവും, ഇംഗ്ലണ്ട് ഈ ഒരു മാച്ച് പിടിച്ചെടുക്കും. അങ്ങനെ ഒരുവിധം എല്ലാവരും പ്രതീക്ഷിച്ച് നിൽക്കുന്ന ടൈമിലാണ് ആടി ഉലയുന്ന കപ്പലിനെ കരക്കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ കപ്പിത്താൻ ഇറങ്ങുന്നത് ഗില്ലും രാഹുലും തമ്മിലുള്ള ഐതിഹാസികമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ്. എന്തായാലും ആ ഒരു ഗംഭീര പാർട്ണർഷിപ്പ് ഇന്ത്യ ആ ഒരു അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് വാഷിംഗ്ടൺ സുന്ദറും ജഡേജയും തമ്മിലുള്ള അടുത്ത പാർട്ണർഷിപ്പാണ്. പന്തിന് കാലുകൂട്ടിയിരിക്കുകയാണ്, അദ്ദേഹം ബാറ്റിങ്ങിന് ഇറങ്ങുമെന്ന് പറഞ്ഞെങ്കിലും എത്രമാത്രം സ്കോർ ചെയ്യാൻ പറ്റും, എത്രമാത്രം ടീമിനെ രക്ഷിക്കാൻ പറ്റും എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ നിൽക്കുന്ന ടൈമിൽ ഈ രണ്ടുപേരും വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇന്നിങ്സുകൾ കളിക്കുന്നു, 2 സെഞ്ചുറികൾ നേടുന്നു. അങ്ങനെ മൊത്തത്തിൽ 3 സെഞ്ചുറികൾ ഉൾപ്പെടെ ഇന്ത്യൻ ടീം ആ രണ്ടാം ഇന്നിങ്സിൽ ആ ഒരു പരാജയം കണ്ടെടുത്ത് നിന്ന് സമനിലയിലേക്ക് ടീമിനെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ 3 സെഞ്ചുറികൾക്കിടയിൽ മുക്കിക്കളയാൻ പറ്റുന്നതല്ല രാഹുലിന്റെ ഗംഭീരമായിട്ടുള്ള 90 റൺസ്. കാരണം അത്രമാത്രം പ്രഷറുള്ള സമയത്ത് ഗില്ലിനോടൊപ്പം നിന്ന് ഏറ്റവും മനോഹരമായ ഇന്നിങ്സോടുകൂടി രാഹുലും തകർത്താടി. മത്സരം ഇന്ത്യ സമനില പിടിച്ചത് വിജയം പോലെ സുന്ദരമായി. ബെൻ സ്റ്റോക്സ് മാൻ ഓഫ് ദി മാച്ചായി ഒരു ഫൈഫറും സെഞ്ചുറിയും ഉൾപ്പെടെയുള്ള പ്രകടനമാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ മാൻ ഓഫ് ദി മാച്ച് മറ്റു ചിലരാണ് കേട്ടോ. ബെൻ സ്റ്റോക്സിന് കൈ കൊടുക്കാത്ത, ബെൻ സ്റ്റോക്സിന് മുന്നിൽ തലകുനിക്കാത്ത ഇന്ത്യൻ ടീമിന് തന്നെ ആയിരുന്നു ആ ഒരു വമ്പൻ കൈയടി കൊടുക്കേണ്ടത്. മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം പിന്നെ പല പെർഫോമൻസുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കൊടുക്കുന്നത്. എന്തായാലും ഇന്ത്യൻ ടീമിന്റെ ഈ ഒരു പ്രകടനത്തിൽ മാൻ ഓഫ് ദി മാച്ച് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന ആരാണ്? എൻ്റെ മൈൻഡിൽ വരുന്നത് സെഞ്ചുറി തിളക്കങ്ങളൊന്നുമല്ല, പൊട്ടിയ കാലുകൊണ്ടും ബാറ്റിങ്ങിന് ഇറങ്ങിയ പന്ത് തന്നെയാണ്. പന്തിന്റെ പോരാട്ട വീര്യത്തിനാണ് എൻ്റെ മൈൻഡിൽ ഇന്ത്യൻ ടീമിലെ ആ മാൻ ഓഫ് ദി മാച്ച്. നിങ്ങളുടെ മനസ്സിൽ ആ ഒരു മാൻ ഓഫ് ദി മാച്ച് ആരാണെന്ന് പറയാൻ വേണ്ടിയിട്ട് മറക്കണ്ട. 5ാം ടെസ്റ്റ് മാച്ചിലേക്ക് ഇറങ്ങുമ്പോൾ ഇന്ത്യൻ ടീമിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമായിരിക്കും? കമന്റ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം നിങ്ങളുടെ മാൻ ഓഫ് ദി മാച്ച് ആരാണ്? കമന്റ് ബോക്സിലേക്ക് വായോ.